മാതാ ഹോട്ടലിൽ പോയപ്പോഴാണ് ഞങ്ങൾ ആ പേടിപ്പിക്കുന്ന സത്യം അറിയുന്നത്. താറാവ് മുട്ടക്കറി ഇല്ലാന്ന്. ഓഫീസിലെ എല്ലാ കൊലീഗ്സിനോടും മാതാ ഹോട്ടലിന് ഒരു രക്ഷയില്ലാത്ത ഹൈപ്പും കൊടുത്ത് ഞാൻ എല്ലാവരും കൊണ്ടുപോയി. പലതരം മിക്സഡ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മാതാ ഹോട്ടൽ യു ഡിഡ് എ റൈറ്റ് ജോബ്. തൊട്ടു മുന്നത്തെ ഔട്ട്ലെറ്റ് വളരെ ചെറുതും ആൾക്കാർക്ക് ആർക്കും നടക്കാൻ പറ്റില്ല. ഫുഡ് ആണെങ്കിൽ അപാര ടേസ്റ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാതാ ഫാൻസ് വളരെയധികം എക്സൈറ്റഡ് ആണ്. ഈ വലിയൊരു ഔട്ട്ലെറ്റ് നിങ്ങൾ ഇട്ടേ. പഴയ ഔട്ട്ലെറ്റ് ഇപ്പൊ തൽക്കാലം തുറക്കുന്നില്ല, ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് തുറക്കുന്നുള്ളൂ എന്നാണ് എന്റെ മാതാ ഹോട്ടലിലെ ഫേവറേറ്റ് ചേട്ടന്റെ പേരറിയില്ല, പക്ഷെ മാതാ ഹോട്ടലിൽ എപ്പോ വരുമ്പോഴും ഇങ്ങോട്ട് കാണാറുണ്ട്. ഇനി ഫുഡിലേക്ക് വന്നാലോ, വേറെ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങൾ ഇവിടെ വരുമ്പോ. ഇവിടുത്തെ പൊറോട്ടയും ബീഫ് സ്റ്റൂവും ചിക്കൻ സ്റ്റൂവും മണിപ്പൊട്ടും താറാവ് മുട്ടക്കറിയും എന്തായാലും കഴിക്കും. ഓഫീസിലെ കൊലീഗ്സ് വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്, ഇവിടെ നല്ല രീതിയിൽ അഫോർഡബിൾ ആണ്. അതുകൊണ്ട് അവർക്ക് ഡബിൾ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടിയത്. മക്കളെ, ഫുഡ് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല, വേഗം വിട്ടോളി മാതാ ഹോട്ടലിലേക്ക്. കണ്ണു പറ്റാതിരിക്കാൻ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞോട്ടെ, സത്യസന്ധമായിട്ടും പറയാണ്, ഈ ചിക്കൻ ഫ്രൈ തീരെ വേർത്തല്ലായിരുന്നു. എന്നാലും ബാക്കി എല്ലാ ഐറ്റംസ് അടിപൊളിയായിരുന്നു. കോഫിക്ക് കൺസിസ്റ്റൻസി ഉണ്ടായില്ല. ഞങ്ങൾ 2 വട്ടം വന്നപ്പോൾ ഒരു വട്ടം നല്ലതും ഒരു വട്ടം പൊട്ടേ കിട്ടി. അറിയാലോ, അപ്പൊ വേഗം ഫോളോ ചെയ്തോളൂ ബൈറ്റ്സ് ഓഫ് ഇന്ത്യ ഫോർ മസ്റ്റ് ട്രൈ കണ്ടന്റ്സ്.